ഹായ് ഫ്രണ്ട്സ്, നൂറയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂക്ക് പോകണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇൻ്റർവ്യൂ ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നത് മെയിൽ ത്രൂ ആണ്. ഞാൻ ഇൻഡീഡ്, ലിങ്ക്ഡിൻ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിൽ ജോബിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ നിന്നാണ് ഒരു കമ്പനിയിൽ നിന്നാണ് എനിക്ക് മെയിൽ വന്നത്. അപ്പം ഞാൻ അത് കണ്ട് ഓക്കെ ശരി, ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് ആയിട്ടാണ് ഇൻ്റർവ്യൂ. അപ്പോൾ അബൂബക്കർ അൽ സിദ്ദിഖ് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്, അവിടെ പോണേൻ്റെ. സോ ആ ഒരു സ്ഥലത്ത് ഇന്ന 9 മണി തൊട്ട് 10 മണി വരെ, അല്ലെങ്കിൽ 8:30 തൊട്ടോ 10 മണി വരെ, അങ്ങനെ ഒരു ടൈമിൽ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിട്ട് നമുക്ക് മെയിൽ വരും. മെയിൽ വന്നിട്ട് അത് കണ്ടിട്ട് അവിടെ ചെന്ന് റിസപ്ഷനിൽ അവിടെ, അതായത് ഒരു ബിൽഡിങ്, ആ ബിൽഡിങ്ങിൻ്റെ അകത്ത് ഒരു ഇത്രാമത്തെ ഒരു ഫ്ലോറിൽ ഇത്രാമത്തെ നമ്പർ ഒരു റൂം. ഈ ഒരു റൂമിൻ്റെ അകത്തോട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു റിസപ്ഷൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ പിന്നെ റെസ്യൂം ചോദിക്കുന്നുണ്ട്, മെയിൽ നമുക്ക് ഇങ്ങോട്ട് ഇൻവിറ്റേഷൻ വന്ന മെയിൽ ചോദിക്കുന്നുണ്ട്. അത് കാണിച്ചു കൊടുത്ത് നമ്മൾ നേരെ സ്ഥലത്ത് പോയിട്ടിരിക്കാൻ പറഞ്ഞു. അവിടെ ഇരിക്കാൻ പറഞ്ഞ് അപ്പോൾ അതിൻ്റെ അകത്താണെങ്കിൽ കുറച്ച് ഡോസ് ഉണ്ട്, മീൻസ് ഓരോ ചെറിയ ചെറിയ റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു റൂം ഓരോരുത്തരെ കയറ്റി വിടാം. അപ്പോൾ സെയിം പേഴ്സൺ അല്ല ജോബ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പം എന്നോട് എന്നിട്ട് ഒരു റൂമിലേക്ക് കയറി ചെല്ലാൻ പറഞ്ഞു. ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഒരു ലേഡിയാണ്, സീനൊന്നുമില്ല, ഞാൻ കയറി ചെന്നു. ഒരൊറ്റ ലേഡി മാത്രം. നോർമൽ ഒരു ഇൻ്റർവ്യൂക്ക് പോയി കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത് ഇങ്ങോട്ട് സെൽഫ് ചോദിക്കും, പിന്നെ നമ്മളുടെ ഡീറ്റെയിൽസ് ചോദിക്കും, എക്സ്പീരിയൻസ് ചോദിക്കും, അങ്ങനെയൊക്കെയല്ലേ ചെയ്യാം. ഇവിടെ നേരെ നമ്മളുടെ അടുത്ത് ഒന്നും ചോദിക്കും. റിസ്യൂം നോക്കിയിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ജോലി കൺഫേം ആണ്, നിങ്ങൾക്ക് ജോബ് കൺഫേം ആണ്, ഇന്ന കാര്യങ്ങൾ ഇന്ന അത് കേൾക്കണം. നിങ്ങൾ സാലറി പറയണ കേൾക്കണം. ദുബായിൽ 3,700 dirhams to 4,700 dirhams വരെ എനിക്ക് സാലറി, മീൻസ് ഇതിലേതെങ്കിലും ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ആയിരിക്കും എനിക്ക് സാലറി ആണ്. അപ്പോൾ ഞാൻ ഫ്രഷർ, ഫസ്റ്റ് ടൈം ഞാൻ ഡാറ്റ എൻട്രിയുടെ ജോബിനാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് വിളി വന്നത്. അപ്പോൾ ഫ്രഷറായി എനിക്ക് ഇത്രയും ഒരു ഹ്യൂജ് എമൗണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഫേക്കാണ്. ഫസ്റ്റ് ഓഫ് ഓൾ വോട്ടെവർ, ചിലപ്പോൾ കൊടുക്കണവരുണ്ടായിരിക്കാം, മേ ബി, എനിക്കറിയത്തില്ല. ഈ ഫീൽഡിൽ ഞാൻ ഫസ്റ്റ് ടൈം വന്നിട്ട് ഞാൻ ചിലപ്പോൾ ശരി ഓക്കെ അത്രയൊക്കെ ഉണ്ടായിരിക്കും എന്ന് ചോദിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇവർ ഭയങ്കര കൺവിൻസിങ്. നമ്മൾ പിന്നെ നമ്മളടുത്ത് മെഡിക്കൽ എക്സ്പെൻസിന് പൈസ ചോദിച്ചു. എൻ്റെ അടുത്ത് 350 dirhams ചോദിച്ചു. ഞാൻ കൊടുത്തില്ല. ഞാൻ എന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പൈസ താന്നൊക്കെ, ഇങ്ങനെയൊക്കെ പൈസ താ. പിന്നെ എന്നിട്ട് ഇപ്പം തന്നെ താഴത്തെ ആൾ വരും, ഡ്രൈവർ വരും, എന്നിട്ട് മെഡിക്കൽ എടുത്തിട്ട് വരും. നാളെ തുടങ്ങി ജോബിന് കയറാൻ 9 to 4 വർക്ക് ടൈം. ഇത്രയും പറഞ്ഞ് പൈസ ചോദിച്ചവർ പൈസ താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ മതിയാവും, ഞാൻ ഒന്ന് ഫ്രണ്ടിനെ വിളിച്ചോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു പറഞ്ഞ് ഇറങ്ങിപ്പോന്നു. ഇതാണ് എൻ്റെ സംഭവം ഗൈസ്. ഇതേപോലെ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ജോബിൻ്റെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സോ അതിലൊന്നിലും പോയി പെടരുത്. അതായത് പൈസ കൊടുത്തിട്ട് ഒരു സ്ഥലത്തും ഒരു ജോബിനും നമ്മൾ ഫസ്റ്റ് പൈസ കൊടുത്താൽ ഏജൻസി വഴി ഓക്കെ ശരി, ഏജൻസി എന്നാണ് ഒരു കമ്പനി, അവരുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഓക്കെ ഫൈൻ, അത് ഓക്കെയാണ്. ബട്ട് നമ്മളിപ്പോൾ ഡയറക്റ്റ് ഇൻ്റർവ്യൂക്ക് നമ്മളിപ്പോൾ വേറൊരാൾ പറയാതെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റർവ്യൂക്ക് ചെന്ന് അവർ പൈസ ചോദിച്ചാൽ നോ, അത് ഫേക്കാണ്, കൺഫേം. ഓക്കെ. അപ്പോൾ എല്ലാവരും ദുബായിലൊക്കെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അബ്രോഡ് എവിടെയെങ്കിലും ജോബ് നോക്കുന്ന കൂട്ടുകാർക്കൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക. കാരണം എനിക്കും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ദുബായിലുണ്ട്. പക്ഷേങ്കിൽ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു സ്കാമാണിത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത് അനുഭവിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിനെപ്പറ്റി അറിയുന്നതാണ്. സോ അറിയാതെ ഇതിലൊന്നും പോയി ചാടി കൊടുക്കരുത്. അപ്പോൾ അറിയാവുന്ന ആൾക്കാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അത്രയുള്ളൂ.